ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലാണുള്ളത്. 7ാം ക്ലാസ്സിലെ 13ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഇന്ത്യയിലൂടെ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെ വിവിധ ഭൂപ്രദേശങ്ങളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീരപ്രദേശവും അതേപോലെ പർവ്വതവും മരുപ്രദേശവും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂസവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇത് ഇന്ത്യയുടേതാണ്. വർഷത്തിൽ ഏറിയ പങ്കും മഞ്ഞുറങ്ങ് ദുർഘടമായ പർവ്വതനിരകൾ, വമ്പൻ നദികൾ, പകൽ ചൂട് 50 ഡിഗ്രി സെൽഷ്യസിലും മുകളിലെത്തുന്ന ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മാത്രമല്ല, കൃഷിയിലുമുണ്ട് വൈവിധ്യങ്ങൾ. ഗോതമ്പും ചോളവും കരിമ്പുമൊക്കെ കൃഷി ചെയ്യുന്ന വിശാലമായ സമതലങ്ങൾ, ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധ വിളകൾ വിളയുന്ന മലമടക്കുകൾ, തെങ്ങും നെല്ലും വളരുന്ന ദൈർഘ്യമേറിയ തീരപ്രദേശങ്ങൾ. നാടിൻ്റെ ഈ വൈവിധ്യങ്ങൾക്കൊത്ത് ജീവിതം ക്രമപ്പെടുത്തിയുള്ള വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർ, അവർക്കിടയിൽ വ്യത്യസ്ത മതവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ഭാഷ, ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയിലുമുണ്ട് വൈവിധ്യങ്ങൾ. ഇതെല്ലാം ചേർന്നതാണ് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിൽ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും മനുഷ്യൻ്റെ സംസ്കാരത്തിലും എല്ലാ സ്ഥലങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ് അല്ലേ? ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു പ്രദേശമാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി, നദികൾ, കാലാവസ്ഥ, മണ്ണ്, സസ്യജന്തുജാലങ്ങൾ എന്നിവയിലുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യും. ദെൻ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തരാക്ഷാംശം 80 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെയും പൂർവരേഖാംശം 68 ഡിഗ്രി 7 മുതൽ 97 ഡിഗ്രി 25 വരെയുമാണ് ഇന്ത്യയുടെ സ്ഥാനം. പഠിച്ചു വെക്കുക. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങൾ ചോദിക്കില്ല എന്ന് കരുതി ഇഗ്നോർ ചെയ്യരുത്. ചിലപ്പോൾ ആദ്യമായിട്ട് ഇത്തരം ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്ന ആളുകൾ കരുതും ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, PSC ചോദിച്ചിട്ടുള്ളതാണ്. സോ മനസ്സിലാക്കുക, ഇന്ത്യ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തരാക്ഷാംശം 80 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെ. ഇപ്പം നിങ്ങൾക്ക് 84 376 എന്ന് പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. 84 376 80 ഡിഗ്രി ഇപ്പുറത്ത് 37 ഡിഗ്രി ആണ് എന്നുകൂടി മനസ്സിലുണ്ടാവുക. ദെൻ പൂർവരേഖാംശം, നേരത്തെ പറഞ്ഞത് ഉത്തരാക്ഷാംശമാണ് അല്ലേ? നമ്മൾ വേൾഡ് ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് എന്താണ് രേഖാംശം, അക്ഷാംശം എന്നൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പൂർവരേഖാംശം രേഖാംശത്തിൻ്റെ അളവ് 68 ഡിഗ്രി 7, അപ്പോൾ 687 മുതൽ 97 25. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഓർത്തിരിക്കാൻ എളുപ്പം ആ രീതിയിൽ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. അക്കങ്ങൾ ഒന്നിച്ച് ചേർത്ത് ഒരുമിച്ച് പഠിച്ചു വെക്കാം, അതല്ല ഡിഫറൻ്റ് ആയിട്ട് വേണമെങ്കിലും പഠിച്ചു വെക്കാം. ഓർത്തിരിക്കാൻ പറ്റുക, അതാണ് പ്രധാനം. ദെൻ ഭൂമധ്യരേഖയ്ക്ക് വടക്ക്, അത് നമ്മൾ വായിച്ചു അല്ലേ, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനത്താണ്. അപ്പോൾ ഇന്ത്യക്ക് വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഉള്ളത്. വലിപ്പത്തിൽ 7ാം സ്ഥാനം, അത് പഠിച്ചു വെക്കുക കേട്ടോ. വലിപ്പത്തിൽ 7ാം സ്ഥാനമാണെന്ന് പഠിച്ചു വെക്കുക. ദെൻ അടുത്തതിലേക്ക് വരാം. ഹിമവാന്റെ മടിയിൽ, മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ചിത്രം ശ്രദ്ധിച്ചില്ലേ? ജമ്മു കാശ്മീരിലെ
ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ വീടാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ചിത്രം കണ്ടോ? മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് അല്ലേ? ദെൻ എന്താണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത? പ്രാദേശികമായി ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ പശ്ചാത്തലത്തിൽ മഞ്ഞു മൂടിയ ഹിമാലയ പർവ്വത നിരകളുടെ താഴ്വരയാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? കണ്ടില്ലേ? ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ പർവ്വത നിരകളിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഭാഗത്തിന് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ ഹിമാലയൻ പർവ്വതനിരയുടെ നീളം 2400 കിലോമീറ്റർ. വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ പർവ്വതനിരകളുടെ ഭാഗമാണ്. ഇന്ന് ജമ്മു കാശ്മീർ സംസ്ഥാനമല്ല, അതുകൊണ്ടാണ് ഞാനത് വരയ്ക്കാത്തത്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ ആ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലൂടെയും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ പർവ്വതനിര. ഉത്തരപർവ്വത മേഖല എന്നാണ് ഈ ഭൂപ്രകൃതി വിഭാഗം പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഹിമാലയൻ പർവ്വതനിരയെ പൊതുവെ വിളിക്കുന്ന പേര് ഉത്തരപർവ്വത മേഖല. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങളിൽ വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നു. അവിടെ സ്ഥിരമായ ജനവാസമില്ല. പ്രസ്താവന വരും, ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് ജനവാസമില്ല, അവിടെ വസിക്കാനൊന്നും കഴിയില്ല, ഭയങ്കര തണുത്തുറങ്ങി നിൽക്കുന്ന പ്രദേശമാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ ഉയരം കൂടിയ കൊടുമുടികൾ ഹിമാലയ നിരകളുടെ ഭാഗമാണ്. അപ്പോൾ ഹിമാലയ നിരകളുടെ ഭാഗമായിട്ടുള്ള ഉയരം കൂടിയ കൊടുമുടികളാണ് കാഞ്ചൻജംഗയും നന്ദാദേവിയും. പഠിച്ചു വെക്കുക, അവയുടെ പേര് നമ്മൾ ഇനിയും പറയും. എവറസ്റ്റ് കൊടുമുടിയിലാണ് ഈ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അപ്പോൾ ഹിമാലയ പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടിയാണ് അല്ലേ? എവറസ്റ്റ് കൊടുമുടിയാണ്. സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്, ഇന്ത്യയിലല്ല, നേപ്പാളിലാണ്. ഇതാ കാണുന്നു എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അപ്പോൾ ഹിമാലയൻ നദികളിൽ പെട്ടതാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ പർവ്വതനിരകൾക്ക് തൊട്ട് തെക്കു ഭാഗത്ത് തണുപ്പിൻ്റെ തീവ്രത കുറവാണ്. ഹിമാലയത്തിലോ മഞ്ഞുമൂടിയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത്, അതായത് താഴ്ഭാഗത്ത്, തെക്ക് ഭാഗത്ത് തണുപ്പിൻ്റെ തീവ്രത കുറവാണ്. ഏറെ പ്രകൃതി ഭംഗിയുള്ള ഈ മേഖലയിലാണ് സിംല, ഡാർജിലിംഗ്, കുളു മണാലി എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ താഴ്വര തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ താഴ്ഭാഗത്താണ്. ആ താഴ്ഭാഗത്ത് തണുപ്പ് കുറവായതുകൊണ്ട് അവിടെ കുറച്ച് പ്രകൃതി ഭംഗി കൂടുതലായിരിക്കും അല്ലെ? ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പർവ്വതനിരയുണ്ടാവും. തണുപ്പ് കുറഞ്ഞതുകൊണ്ട് അത്യാവശ്യം നമുക്ക് സഞ്ചരിക്കാനും വലിയ തരക്കേടില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇവിടെയാണ് പ്രശസ്തമായിട്ടുള്ള, നിങ്ങൾ ബുള്ളറ്റിൽ ട്രിപ്പ് പോകുന്ന ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ആ പ്രദേശങ്ങളൊക്കെയുള്ള സിംല, ഡാർജിലിംഗ്, കുളു മണാലി തുടങ്ങിയ പ്രദേശങ്ങളുള്ളത്. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് ഉൾപ്പെടെ മറ്റു പലതരം പൂക്കൾ എന്നിവ ഇവിടുത്തെ പ്രധാന കൃഷിയിനങ്ങളാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവൊക്കെ ഇവിടുത്തെ ഹിമാലയൻ താഴ്വരകളിൽ തെക്ക് ഭാഗത്തെ പ്രധാനപ്പെട്ട കൃഷിയിനങ്ങളാണ്. ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലയും ഇവിടെ കൃഷി ചെയ്യുന്ന വിളകളാണ്. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില. ഹിമാചൽ പ്രദേശിലെ ഒരു ആപ്പിൾ തോട്ടം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് കുന്നുകൾക്ക് വളരെ ഉയരം കുറവാണ്. ഹിമാലയ നിരകളുടെ തെക്ക് ഭാഗത്ത് വരുന്ന സമയത്ത് കുന്നുകൾക്ക് നീളം കുറവാണ്. ഈ മേഖലയിൽ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നു. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖലയാണ് ഈ തെക്ക് ഭാഗം. അപ്പോൾ തെക്ക് ഭാഗത്താണ് നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയുള്ളത്, ഉയരം കുറഞ്ഞ കുന്നുകളുള്ളത്, കാർഷിക വിളകൾ ഉള്ളതെല്ലാം ഈ തെക്ക് ഭാഗത്താണ്.
ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖലയും ഇത് തന്നെയാണ്. ഇപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയതും ഈ ഒരു തെക്ക് ഭാഗത്താണ്. മഞ്ഞ് മൂടിയ ഹിമാലയ നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ട് വന്ന മണൽ, ചെളി, ഉരുളൻ കല്ലുകൾ എന്നിവയുടെ കനത്ത നിക്ഷേപങ്ങൾ നിറഞ്ഞതാണ് ഈ താഴ്വര മേഖല. അപ്പോൾ ഹിമാലയം മഞ്ഞ് മൂടി കിടക്കുന്ന ഉയർന്ന പർവ്വതനിരയാണ്. അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന മണൽ, ചെളി, ഉരുളൻ കല്ലെല്ലാം വന്ന് നിക്ഷേപിക്കുന്നത് ഈ ഒരു താഴ്വര മേഖലയിലാണ്. അപ്പോൾ കുറച്ച് സമ്പന്നമായിട്ടുള്ള നിക്ഷേപങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പം ഉത്തരപർവ്വത മേഖല എന്താണെന്ന് മനസ്സിലായി. എന്താണ് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം? നമുക്ക് നോക്കാം. ഉത്തരപർവ്വത മേഖല കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തി വിടാതെ നമ്മെ സംരക്ഷിക്കുന്നു. അപ്പോൾ ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തി വിടാതെ നമ്മെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ തണുത്ത കാറ്റ് ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ദെൻ മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യുന്നതും ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ മധ്യേഷ്യയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിപ്പിക്കുന്നതും ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ ഇത് കാലാവസ്ഥയിൽ വരുന്ന സ്വാധീനമാണ്. ഇനി രണ്ടാമത് ചെയ്യുന്ന ഒരു ഉപയോഗമാണ് പ്രകൃതിദത്തമായിട്ടുള്ള കോട്ട എന്താ ചെയ്യുന്നത്? ഒരു സാമ്രാജ്യത്തെ സംരക്ഷിക്കുകയാണ് അല്ലേ. പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മെ സംരക്ഷിക്കുന്നത് ഈ പർവ്വതനിരകളാണ്. അപ്പോൾ ഈ പർവ്വതനിര താണ്ടി ഇങ്ങോട്ടേക്ക് വരിക ദുസ്സഹമായതുകൊണ്ട് അത് നമുക്ക് വലിയ ഒരു ഉപയോഗമാണ്. അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കോട്ടയാണ് ഉത്തരപർവ്വത മേഖല. ദെൻ നദികളുടെ ഉത്ഭവ പ്രദേശം നമ്മൾ പറഞ്ഞു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള നദികൾ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മാത്രമല്ല അവയുടെ നിരവധി പോഷക നദികളും ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇതെല്ലാം ഉത്തരപർവ്വത മേഖലയിലെ ഉപയോഗങ്ങളാണ്, പ്രയോജനങ്ങളാണ്. ദെൻ നമുക്ക് ഉത്തരപർവ്വത മേഖല കഴിഞ്ഞാൽ അടുത്ത കാണുന്ന ഭൂപ്രകൃതി സമതലമാണ്. ഉത്തരേന്ത്യയിലെ സമതലം. എന്താണ് സമതലം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കാണാത്തവർ ആ ക്ലാസ് കൂടി കാണുക. ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇവിടെ കണ്ടോ, ഉത്തരേന്ത്യയിലെ വിശാലമായിട്ടുള്ള ഒരു സമതല ഭൂപ്രകൃതിയാണ് ചിത്രത്തിൽ. എല്ലാം ഫ്ലാറ്റായിട്ട് കിടക്കാണ് അല്ലേ, നിരപ്പായിട്ട് കിടക്കാം. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാളിൻ്റെ കുറേ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശമാണ് സമതലം. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഞാൻ കോഡിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് SCRTയുടെ ക്ലാസ് ഏകദേശം റൂട്ടിലായി കഴിഞ്ഞതിന് ശേഷം കോഡൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ കുഞ്ഞു ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം കേട്ടോ. അതധികവും പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട്, എന്നാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മളത് ചെയ്യുക. ദെൻ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ഒഴുകിക്കൊണ്ടുവന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടത് ഈ സമതലത്തിലാണ്. അപ്പോൾ എക്കൽ മണ്ണ് നിക്ഷേപിച്ചിട്ട് കൊണ്ടാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ മണ്ണ് നിക്ഷേപം കൊണ്ട് രൂപപ്പെട്ട ഒരു പ്രദേശമാണ്. സോ ഉത്തരമഹാസമതലം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യ ഉള്ള പ്രദേശമാണ് സമതല പ്രദേശങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം ഉത്തര മഹാസമതല പ്രദേശമാണ്. ഇനി ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ളത് അതിൻ്റെ തെക്ക് ഭാഗത്താണ്. അത് അവിടെ ആപേക്ഷികമായിട്ട് പറഞ്ഞതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മേഖല എന്ന് ചോദിച്ചാൽ ഉത്തര മഹാസമതലമാണ്. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഉത്തര മഹാസമതലത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ നിരവധിയാണ്. അപ്പോൾ നല്ല എക്കൽ മണ്ണാണ്, നല്ല കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള കൃഷി അവിടെ നടക്കുന്നുണ്ട്. കാർഷിക വിളകൾ അവിടെ വിളയുന്നുണ്ട്. ഈ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറഞ്ഞ അളവിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ്റെ മിക്ക പ്രദേശങ്ങളിലും മരുഭൂമിയാണ്. അപ്പോൾ ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് തീരെ കുറഞ്ഞ അളവിൽ
അല്ലെ, പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഇടത് സൈഡ്, നമ്മുടെ ഇടത് സൈഡ് അല്ലേ, രാജസ്ഥാൻ, ഗുജറാത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടില്ലേ രാജസ്ഥാൻ വരുന്നത്. അപ്പോൾ ഇടത് സൈഡുള്ള ആ ഒരു പ്രദേശം, രാജസ്ഥാൻ ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്ത് മഴ കുറവാണ്, അതുകൊണ്ട് അവിടെ മരുഭൂമിയാണ്. മരുസ്ഥലി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ജനവാസം കുറവാണ്. അപ്പോൾ ഉത്തര മഹാസമതലത്തിൽ പെടുന്നത് തന്നെയാണ് ഈ മരുസ്ഥലി, അവിടെ ജനവാസം കുറവാണ്. അയൽ സംസ്ഥാനങ്ങളിൽ ഗോതമ്പ്, ചോളം എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുമ്പോൾ ജോവർ, ബജ്ര തുടങ്ങിയ വിളകളാണ് രാജസ്ഥാനിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ രാജസ്ഥാനിലെ പ്രധാന കൃഷി ജോവർ, ബജ്ര. മറ്റ് ഉത്തര മഹാസമതലമുള്ള സംസ്ഥാനങ്ങളിലെ കൃഷി ഗോതമ്പ്, ചോളം. അവിടെ നാനാ വിഭാഗത്തിലുള്ള വിളകളുണ്ട്. രാജസ്ഥാനിൽ പ്രധാനമായിട്ടും ജോവർ, ബജ്ര. പഠിച്ചു വെക്കുക, PYQ ആണ്. ഈ വിളകളുടെ വളർച്ചയ്ക്ക് വെള്ളം കുറഞ്ഞ അളവിൽ മതി, അതുകൊണ്ടാണ് അവിടെ അത് കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്നത്. ഇനി രാജസ്ഥാനിലൊരു കാഴ്ച ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് രാജസ്ഥാൻ സംസ്ഥാനത്തിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഉഷ്ണ മരുഭൂമിയാണ് താർ. അപ്പോൾ രാജസ്ഥാനിലെ മരുഭൂമിയുടെ പേര് താറാണ്, താർ മരുഭൂമി. മഴ വളരെ വിരളമായ ഇവിടെ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. ഒരു മരുഭൂമിയുടെ അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. വിശാലമായ മണൽ പരപ്പുകളും മണൽ കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ശുദ്ധജലത്തിൻ്റെ മൂല്യം നന്നായി അറിയുന്നവരാണ് രാജസ്ഥാനിലെ ജനങ്ങൾ. കേരളത്തിൽ 1-2 ദിവസം ലഭിക്കുന്ന അത്ര മഴയാണ് ആ സംസ്ഥാനത്ത് ഒരു വർഷമാകെ ലഭിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. കിലോമീറ്ററുകൾ നീളുന്നവയാണ് കുടിവെള്ളത്തിനായുള്ള ഈ ഗ്രാമത്തിലെ യാത്രകൾ. അപ്പോൾ വെള്ളം കിട്ടാൻ തന്നെ അവർ വളരെ കഷ്ടപ്പെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറ്. അവിടെ ഒരു സ്ത്രീയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ പീഠഭൂമിയിലേക്ക് വരാം. ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്താൽ സമതല പ്രദേശം കടന്നെത്തുക. അപ്പോൾ സമതല പ്രദേശത്തിൻ്റെ താഴെ വരുന്നത് വിശാലമായിട്ടുള്ളൊരു പീഠഭൂമിയാണ്. അപ്പോൾ ഉയർന്ന നിരപ്പായ സ്ഥലമാണ് അല്ലേ. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഈ പീഠഭൂമി പ്രദേശത്തെ ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് വിളിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ 3 ഭാഗത്തും കടലുള്ളതുകൊണ്ടാണ് ആ പേര് വന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. ഈ പീഠഭൂമികളുടെ മിക്ക ഭാഗത്തും പണ്ടെന്നോ ഒഴുകി പരന്ന ലാവ തണുത്തുറങ്ങാണ് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീഠഭൂമി, ഈ ഡക്കാൻ പീഠഭൂമി ആകട്ടെ അത് രൂപപ്പെട്ടിരിക്കുന്നത് പണ്ടെന്നോ ഒഴുകി പരന്ന ലാവ തണുത്തുറങ്ങാണ്. ഇത് പൊടിഞ്ഞുണ്ടായ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. അപ്പോൾ ഈ പീഠഭൂമിയിൽ നമുക്ക് പരുത്തി കൃഷി ചെയ്യാൻ എളുപ്പമാണ്, കാരണം അവിടുത്തെ മണ്ണ് കറുത്ത മണ്ണ്. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ പർവ്വതനിരകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ നോക്കൂ. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. അപ്പോൾ പെയറായിട്ട് പഠിക്കുക. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ, സത്പുര, ആരവല്ലി. ഇതെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് കേട്ടോ. ഉത്തരപർവ്വത മേഖലയല്ല, ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ ആനമുടിയാണ് ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. അപ്പോൾ ഈ പർവ്വതനിരകളിൽ, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളായിട്ട് വരുന്ന പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയത് നമ്മുടെ കേരളത്തിലെ ആനമുടിയാണ്. SCRT പറയുന്ന ഫാക്റ്റാണ്, പഠിച്ചു വെക്കുക. പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നീ വിളകളാണ് പീഠഭൂമി പ്രദേശത്തെ പ്രധാന കൃഷി. ദെൻ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളും ഈ പീഠഭൂമിയിൽ ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ഒരു പ്രധാന തൊഴിൽ മേഖലയാണ്. അപ്പോൾ ഇവിടെ ധാതു നിക്ഷേപങ്ങളും ഉണ്ട്. ഇപ്പോൾ കൽക്കരി ഖനിയിൽ നിന്ന് പോകുന്ന കുറച്ച് സ്ത്രീകളുടെ ചിത്രമാണ്, ഭാവനാ ചിത്രമാണ്. അത് ഇവിടെ കാണാൻ നിങ്ങൾക്ക്, അല്ല അത് ഫോട്ടോഗ്രാഫ് തന്നെയാണ്. ആ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികൾ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഓക്കെ അല്ലേ. അപ്പോൾ ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി പഠിച്ചു വെക്കുക. അപ്പോൾ ഒന്ന് ഗോദാവരി.
ദെൻ കൃഷ്ണ കാവേരി, രണ്ടും കെയിലാണ്, കൃഷ്ണ കാവേരി. ദെൻ നർമ്മദ താപ്തി, നർമ്മദ താപ്തി. അപ്പോൾ ഒന്ന് നായാണ്, മറ്റൊന്ന് നായുടെ ഇവിടെ ഒരു റൗണ്ട് കൂടെ കൊടുക്കുമ്പോൾ താപ്തി. ഓക്കെ അല്ലേ? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അപ്പോൾ GM ഇവിടെ നമുക്ക് GMK എന്ന് ഓർക്കാം. GMK. ജിയിൽ ആരുണ്ട്? ഗോദാവരി ഉണ്ട്. കെയിൽ കൃഷ്ണയും കാവേരിയും ഉണ്ട്. എമ്മിൽ മഹാനദിയുണ്ട്. എം തന്നെയാണ് മലയാളത്തിലെ നാ അല്ലേ? നാ. അപ്പോൾ നർമ്മദയിൽ റൗണ്ട് കൊടുത്താൽ താപ്തി. അങ്ങനെ 1, 2, 3, 4, 5, 6 പേരുകൾ GMKയിൽ ലിങ്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള കോഡുകൾ മാത്രമായിട്ട് നമുക്ക് പിന്നീട് ക്ലാസ്സുകൾ ചെയ്യാം കേട്ടോ. ഇതിനിടയിൽ പറഞ്ഞ സമയം ഒരുപാട് പോകും. ദെൻ തീരസമതലങ്ങളിലേക്ക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ പിന്തുടർന്നാൽ എത്തിച്ചേരുക തീരസമതലങ്ങളിലാണ്. അപ്പോൾ പീഠഭൂമി കഴിഞ്ഞാൽ പിന്നെ തീരപ്രദേശങ്ങൾ, തീരസമതലങ്ങൾ. ഏകദേശം 6100 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരം ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കടൽ തീരം ഏകദേശം 6100 ദൈർഘ്യമുള്ളതാണ്. അപ്പം അവിടെ ഒരു ഭൗതിക ഭൂപ്രയോഗം എടുത്ത് നോക്കാൻ പറയുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന കിഴക്കൻ തീരവും, അപ്പോൾ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണ്, വലത് ഭാഗത്ത്. ദെൻ അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ ഭാഗം, ഇടത് ഭാഗത്ത് അറബിക്കടലാണ് അല്ലേ. പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കിഴക്കൻ തീരത്തെ അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിന്, അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ നോക്കുക, ഇടത് ഭാഗത്ത് നോക്കുന്ന സമയത്ത് അവിടെ വീതി കുറവാണ്. ഈ സമതലത്തിൻ്റെ ഭാഗമായ കേരളത്തിന് നിരവധി കായലുകളുണ്ട്. അപ്പോൾ കേരളം വരുന്നത് പടിഞ്ഞാറൻ ഭാഗത്താണ്, ഇടത് ഭാഗത്തല്ലേ. അപ്പോൾ അവിടെ നിരവധി കായലുകളുണ്ട്. നെല്ല്, തെങ്ങ് എന്നിവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകളാണ്. അപ്പോൾ കേരളത്തെ ഓർത്താൽ മതി, നെല്ല്, തെങ്ങ്. കിഴക്കൻ തീരസമതലത്തിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി തടങ്ങളിൽ വ്യാപകമായിട്ട് നെല്ല് കൃഷി ചെയ്യുന്നു. അപ്പോൾ കിഴക്കൻ ഭാഗത്തും നെല്ല് തന്നെയുണ്ട്. മത്സ്യബന്ധനമാണ് തീരത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ. കടലുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്, മത്സ്യബന്ധനം തന്നെയായിരിക്കും പ്രധാന തൊഴിലായിട്ട് വരുന്നത്. ദെൻ പവിഴ ദ്വീപുകളെ കുറിച്ച് പറയുന്നു. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽസ്യം സ്രാവം അടിഞ്ഞുകൂടി പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നു. അപ്പോൾ പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽസ്യം സ്രാവങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപീകരിക്കപ്പെടുന്നത്. കോറൽ പോളിപ്പുകൾ. വിവിധ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ പവിഴപ്പുറ്റുകൾക്ക് മേൽ ദ്വീപുകൾ രൂപപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ പവിഴപ്പുറ്റുകൾ ഇങ്ങനെ അടിഞ്ഞുകൂടി പിന്നീട് ദ്വീപായിട്ട് മാറും. ഇന്ത്യയിൽ ഉൾപ്പെട്ട ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറിലെ ചില ദ്വീപുകളും ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറിലെ ചില ദ്വീപുകളും ഈ പവിഴപ്പുറ്റ് കൊണ്ടുണ്ടാക്കിയ അടിഞ്ഞുകൂടി ഉണ്ടായ ദ്വീപുകളാണ്. ശക്തമായ തിരയിൽ നിന്ന് ഈ ദ്വീപുകളെ സംരക്ഷിക്കുന്നതും ഈ പവിഴപ്പുറ്റുകളാണ്. അപ്പോൾ പവിഴപ്പുറ്റിൽ ഇങ്ങനെ ഉറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ശക്തമായിട്ട് തിരമാല ഉണ്ടായാലും അതിങ്ങനെ ഉറച്ച് നിൽക്കും. ദെൻ സമുദ്രത്തിലെ പച്ചത്തുരുത്തുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറുഭാഗങ്ങളാണ് ദ്വീപ്. അപ്പോൾ ചുറ്റുഭാഗത്തും സമുദ്രമാണെങ്കിൽ നമ്മൾ പറയുന്ന പേര് ദ്വീപാണ്. അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹവും, അറബിക്കടലിലാണ് ലക്ഷദ്വീപ് വരുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് വരുന്നത്. അതെല്ലാം നമ്മുടെ ഭൂപടം നോക്കിയാൽ കാണാൻ കഴിയും. ലക്ഷദ്വീപ് മിക്കവയും പവിഴദ്വീപുകളാണ്. ലക്ഷദ്വീപ് അധികവും പവിഴദ്വീപുകളാണ്. കൃഷി നാമമാത്രമായ ലക്ഷദ്വീപിൽ സമുദ്രത്തെ ആശ്രയിച്ചാണ് ജീവിതം. അപ്പോൾ അവിടെ കൃഷി വളരെ വളരെ കുറവാണ്. സമുദ്രത്തെ ആശ്രയിച്ചാണ് അവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മിക്കവയിലും നിബിഡമായ വനങ്ങളുണ്ട്. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിൽ വനങ്ങളുണ്ട്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വൈവിധ്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ സാമാന്യ ധാരണ നേടിയിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഉത്തരപർവ്വത മേഖല ഉണ്ടെന്ന് പഠിച്ചു, ഉത്തര മഹാസമതലം ഉണ്ടെന്ന് പഠിച്ചു, ഉപദ്വീപീയ പീഠഭൂമി പഠിച്ചു, തീരസമതലങ്ങളും ദ്വീപുകളും ഉണ്ട് എന്ന് പഠിച്ചു. സോ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലേ. ഉത്തരപർവ്വത മേഖല, സമതലം, ഉത്തരപർവ്വത മേഖല, ദെൻ ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങളെ തീരമഹാസമതലം
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുത്തുകൂടെ? ഇനി ഞാൻ ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ദെൻ ഇന്ത്യയിലെ നദികളിലേക്ക് വരാം. ഇന്ത്യയിൽ പണ്ട് മുതൽക്ക് തന്നെ ജനങ്ങൾ സ്ഥിരതാമസത്തിന് തിരഞ്ഞെടുത്തിരുന്നത് നദീതീരങ്ങളിലാണ്. ഇന്ത്യയിൽ കൃഷി അഭിവൃദ്ധിപ്പെടുന്നതിനും കൃഷിയെ അടിസ്ഥാനമാക്കിയ ഒരു സംസ്കാരം രൂപപ്പെടുന്നതിനും ഈ നദികൾ വളരെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. നദികൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ല, അത് വേൾഡ് ജിയോഗ്രഫിയിൽ നമ്മൾ പറയും. അപ്പോൾ നദികൾ ചുറ്റിപ്പറ്റിയാണ് പല സംസ്കാരങ്ങളും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ ജനനിബിഡമായിട്ടുള്ള ഒരു നദീതീരം കാണാൻ കഴിയും, വലിയ വലിയ കെട്ടിടങ്ങളും കാണാൻ കഴിയും. ഈ ചിത്രത്തിൽ കാണുന്നത് ഗംഗാ നദിക്കരയിലെ വാരണാസിയുടെ ദൃശ്യമാണ്. വാരണാസി പട്ടണം രൂപം കൊള്ളുന്നതിൽ ഈ നദിയുടെ സ്വാധീനം എത്രമാത്രം ഉണ്ടായിരിക്കും എന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ. അല്ലെ, ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അവകളും അവയുടെ പോഷക നദികളുമാണ് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉത്തരപർവ്വത മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് ഉത്തരേന്ത്യ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നു. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് ഇവ വേനൽക്കാലത്തും ജലസമൃദ്ധമാണ്. അപ്പോൾ ഹിമാലയൻ നദികളുടെ പ്രത്യേകത വേനൽക്കാലത്തും ഇവ ജലസമൃദ്ധമാണ്. എപ്പോഴും വെള്ളം ഉണ്ടാവും അല്ലേ, വേനലാണെങ്കിൽ മഞ്ഞുരുകി ജലം ഉണ്ടാവും അല്ലേ. ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ടാണ് ഉത്തര മഹാസമുദ്രം രൂപപ്പെട്ടത്. നമ്മളത് പറഞ്ഞു, തൊട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ. ഉത്തര മഹാസമുദ്രം രൂപപ്പെടുന്നത് ഈ ഒരു ഗംഗ, അതേപോലെ ബ്രഹ്മപുത്ര, സിന്ധു നദികളുടെ ഒഴുക്കിൽ നിന്ന് വന്ന എക്കൽ നിക്ഷേപം കാരണമായിട്ടാണ്. ഈ നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എത്തിച്ചേരുന്ന സമുദ്രങ്ങൾ ഒക്കെ ഭൂപടം നോക്കി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ, എത്തിച്ചേരുന്ന സമുദ്രം ഏതൊക്കെയാണെന്നൊക്കെ നോക്കി കണ്ടെത്താൻ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടെത്തുക. അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ ക്ലാസ്സിൽ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ ഹിമാലയ പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഹിമാലയൻ നദികൾ. ഉപദ്വീപിയൻ പ്രദേശങ്ങളിൽ നിന്നും പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഉപദ്വീപീയ നദികൾ. നമ്മൾ പറഞ്ഞു അല്ലേ, GMK: ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് പ്രധാന ഉപദ്വീപീയ നദികൾ കേട്ടോ. ഈ നദികൾ മഴയെ ആശ്രയിക്കുന്നതിനാൽ വേനൽക്കാലത്ത് അവയിൽ വെള്ളം തീരെ കുറവായിരിക്കും. അപ്പം നദികളെ ആശ്രയിച്ചാണ് മഴയെ ആശ്രയിച്ചാണ് ഇത്തരം നദികൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഉപദ്വീപീയ നദികളിൽ മഴ ഇല്ല എങ്കിൽ, അഥവാ വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളം കുറയും. ദെൻ ചിത്രം നോക്കിക്കൊണ്ട് ഏതൊക്കെയാണ് അറബിക്കടലിൽ പതിക്കുന്നത്, ഏതൊക്കെയാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതെന്ന് കണ്ടെത്താൻ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടെത്തി ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്തരം ആക്ടിവിറ്റീസുകൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. ഞാനതിൻ്റെ സൊല്യൂഷൻസ് ചാനലിൽ നമ്മുടെ ഈ ടെലഗ്രാമിൽ തരികയും ചെയ്യും കേട്ടോ. എല്ലാം കൂടി നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പമായി പോകും അല്ലേ. നിങ്ങൾക്കും കുറച്ച് പണി വേണ്ടേ? ഓക്കെ അല്ലേ? എന്തായാലും ഞാനൊരു ക്ലൂ പറയാം. നിങ്ങൾക്ക് പലർക്കും അറിയുന്നതാണ്, അറബിക്കടലിലേക്ക് പതിക്കുന്ന നദികൾ ആപേക്ഷികമായിട്ട് കുറവാണ്. 3 നദികളാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ബാക്കിയെല്ലാം ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. മഹാനദി, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി അങ്ങനെ പ്രധാനപ്പെട്ട നദികളുടെ ചിത്രങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഇനി മണ്ണിനങ്ങളിലേക്ക് വരാം. ഇന്ത്യയിലെ മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഇത് മുൻ ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേൾഡ് ജിയോഗ്രഫിയുടെ ഭാഗമാണ്, അതിലേക്ക് നമ്മൾ വരും. ഇന്ത്യ ഒരു കാർഷിക രാജ്യമായതിന് പിന്നിൽ മണ്ണിനങ്ങൾക്ക് ഗണ്യമായ പങ്കുണ്ട്. വൈവിധ്യമാർന്ന മണ്ണിനങ്ങൾ വ്യത്യസ്ത വിളകളുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു. അപ്പോൾ ഓരോ വിളകൾക്കും അവയ്ക്ക് അനുസൃതമായിട്ടുള്ള മണ്ണിനം വേണം. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളിലേക്ക് നമുക്ക് പോകാം. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമി മണ്ണ്, ലാറ്ററൈറ്റ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ്, ഇതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമി മണ്ണ്,
ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ്. ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ അതിൻ്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഉത്തര മഹാസമതലത്തിലെയും മറ്റു നദീതടങ്ങളിലെയും മണ്ണിനമായ എക്കൽ മണ്ണാണ് ഏറ്റവും ഫലപുഷ്ടമായത്. ഏറ്റവും ഫലപുഷ്ടം എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് എവിടെ കാണുന്നു? ഉത്തര മഹാസമതലത്തിലാണ് അല്ലേ? നദീതടങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് നിർമ്മിതമായതാണ് ഉത്തര മഹാസമതലം. അവിടെ എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് നിറഞ്ഞ നമ്മുടെ നദീതടങ്ങൾ പണ്ട് മുതൽക്കേ തന്നെ സമൃദ്ധമായിട്ടുള്ള കാർഷിക മേഖലയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കറുത്ത മണ്ണ്, ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണിന് പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമാണ്. ദെൻ പീഠഭൂമി പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് പീഠഭൂമി പ്രദേശത്തെ മറ്റു പ്രധാന മണ്ണിനങ്ങളാണ് ചെമ്മണ്ണും ലാറ്ററൈറ്റും. പീഠഭൂമി പ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങൾ ചെമ്മണ്ണ്, ലാറ്ററൈറ്റ്. സോ ഉപദ്വീപീയ പീഠഭൂമിയിൽ കറുത്ത മണ്ണ്, പരുത്തി, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ്. ഇവ ഫലപുഷ്ടി കുറവാണെങ്കിലും വളപ്രയോഗത്തിലൂടെ നമുക്ക് കൃഷി യോഗ്യമാക്കാൻ പറ്റും. ചെമ്മണ്ണ്, ലാറ്ററൈറ്റിലൊന്നും പെട്ടെന്നൊന്നും കാർഷിക വിളകളൊന്നും മുളച്ചു വരില്ല. നമുക്ക് വളപ്രയോഗങ്ങളിലൂടെ ചിലപ്പോൾ അതിന് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇനി രാജസ്ഥാൻ മരുഭൂമിയിലെ മണ്ണിൽ ജലാംശം കുറവായതിനാൽ അവിടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ജലസേചനം കൂടിയേ തീരൂ. വന നിബിഡമായ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണാണ് പർവ്വത മണ്ണ്. അപ്പോൾ പർവ്വതങ്ങളിലെ മണ്ണ് പർവ്വത മണ്ണ്. ഈ മണ്ണിൽ ജൈവാംശം കൂടുതലാണ്. പർവ്വത മണ്ണിൽ ജൈവാംശം കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കാർഷിക വൃത്തിക്ക് ഏറ്റവും അനുയോജ്യമായത് എക്കൽ മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലത് കറുത്ത മണ്ണ്, അവിടെ പരുത്തി, കരിമ്പ്. ഇനി മറ്റ് പ്രദേശങ്ങളിൽ ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല? മറ്റ് പീഠഭൂമികളിൽ അധികം കൃഷി നടക്കില്ല. വളപ്രയോഗത്തിലൂടെ നമുക്ക് ചില കൃഷികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ദെൻ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണ് പർവ്വത മണ്ണ്, അവിടെ ജൈവാംശം കൂടുതലാണ്. ദെൻ കാലാവസ്ഥ. ഇന്ത്യയിൽ ഒട്ടേറെ കാലാവസ്ഥകളുണ്ട് അല്ലേ? ലോകത്തെ തന്നെ ഏറ്റവും സമൃദ്ധമായിട്ട് മഴ ലഭിക്കുന്നത് എവിടെയാണ്? ചിറാപൂഞ്ചി അല്ല. ചിറാപൂഞ്ചിയുടെ റെക്കോർഡൊക്കെ തകർത്തിട്ടുണ്ട് കേട്ടോ. അത് ഏത് പ്രദേശമാണെന്ന് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. തണുപ്പ് കാലത്ത് ഡൽഹി 0 ഡിഗ്രി സെൽഷ്യസിനടുത്ത് തണുത്ത് വിറയ്ക്കുമ്പോൾ വേനലിൻ്റെ പാരമ്യത്തിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മേൽ ചുട്ടുകൊള്ളുന്നു. അപ്പോൾ തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ്, ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്. കാശ്മീരിലെ കാർഗിൽ, ദ്രാസ് എന്നിവിടങ്ങളിൽ ശൈത്യകാലത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ പൊതുവെ അറിയപ്പെടുന്നത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. കാലാവസ്ഥ. അപ്പോൾ ഇന്ത്യയിൽ പൊതുവെ നമുക്ക് കാലാവസ്ഥ 3ആയിട്ട് തിരിക്കാം. ഉഷ്ണകാലം, ശൈത്യകാലം, മഴക്കാലം. ശൈത്യകാലം, മഴക്കാലം. ഉഷ്ണകാലം ചൂടുകാലമാണ്, ശൈത്യകാലം തണുപ്പ് കാലമാണ്, മഴക്കാലം മഴ ലഭിക്കുന്ന കാലമാണ്. ഉഷ്ണകാലം മാസം പഠിക്കുക, മാർച്ച് മുതൽ മെയ് വരെ. മാർച്ച് ഏപ്രിൽ മെയ് നമ്മുടെ സ്കൂൾ വെക്കേഷൻ്റെ സമയം. മാർച്ച് ഏപ്രിൽ മെയ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഈ മാസത്തിലാണ്. ഈ കാലയളവിൽ ഉത്തരേന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ ഭയങ്കര ചൂടായിരിക്കും. ദക്ഷിണേന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ സമുദ്ര സാമീപ്യമുള്ളതിനാൽ ഉഷ്ണം കഠിനമാകാറില്ല. ഈ കാലയളവിൽ ഇന്ത്യയിൽ പൊതുവെ വരൾച്ച അനുഭവപ്പെടുന്നു. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട വേനൽ മഴയും ലഭിക്കാറുണ്ട്. സോ വരൾച്ചയെക്കുറിച്ച് പറയുന്നു. എന്താണ് വരൾച്ച? കുറഞ്ഞ മഴയോ ജലത്തിൻ്റെ അമിത ചൂഷണമോ കാരണം കടുത്ത ജലദൗർലഭ്യം, അത് വെള്ളം കുറയുന്ന അവസ്ഥയാണ് വരൾച്ച എന്ന് പറയുന്നത്. കാരണം ഒന്നുകിൽ മഴ കുറയുക, അല്ലെങ്കിൽ വെള്ളം ചൂഷണം ചെയ്യുക, വെള്ളത്തെ നശിപ്പിക്കുക, മലിനപ്പെടുത്തുക. ഇന്ത്യയിൽ ഏകദേശം 1/3 ഭാഗം പ്രദേശങ്ങളും വരൾച്ചാ ബാധിതമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വിളനാശം, ശുദ്ധജല ദൗർലഭ്യം തുടങ്ങിയ ദുരവസ്ഥകൾക്ക് കാരണമാകുന്ന ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ജലസമൃദ്ധമായ നദികളെ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായിട്ട് ബന്ധിപ്പിക്കുക. അപ്പോൾ ജലം ഒരുപാടുള്ള നദികളെ നമുക്ക് ഈ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുക. വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യാം. അപ്പോൾ അധികം ചൂടുണ്ട് എങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വിളകളുണ്ടല്ലോ, അവകൾ കൃഷി ചെയ്യാം. മഴവെള്ളക്കൊയ്ത്ത് നടപ്പിലാക്കാം. ഇതിൻ്റെ ചെറിയൊരു രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ശൈത്യകാലം, തണുപ്പ് കാലം. ശൈത്യം എന്ന് പറയുമ്പോൾ തന്നെ ഡിസംബർ ഓർക്കേണ്ടത്. ഡിസംബർ മുതൽ ഫെബ്രുവരി, ജാനുവരി, ഫെബ്രുവരി. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്.
ഉത്തരേന്ത്യയിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന ഈ കാലത്ത് ഹിമാലയ പർവ്വതനിരകളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാകാറുണ്ട്. പൊതുവെ വരണ്ട അന്തരീക്ഷം നിലനിൽക്കുന്ന ശൈത്യകാലത്ത് പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും മഴയുണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ പൊതുവെ വരണ്ട അന്തരീക്ഷമാണെങ്കിലും പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും മഴ ഉണ്ടാകാറുണ്ട്. ഈ മഴയാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാകുന്നത്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാക്കുന്നത് ഈ ഒരു ശൈത്യകാലത്തെ മഴയാണ്. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ ശൈത്യത്തിൻ്റെ കാഠിന്യം കുറവാണ്. ഇതാണ് ഉത്തരേന്ത്യയിലെ ഒരു ശൈത്യകാല ദൃശ്യം. മഞ്ഞാണല്ലേ, മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു കാലാവസ്ഥയാണ്. ഇനി മഴക്കാലം. ഇന്ത്യയിൽ 2 മഴക്കാലങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തേത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ജൂൺ മുതൽ സെപ്റ്റംബർ നമ്മുടെ സ്കൂൾ തുറക്കുന്ന കാലം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇക്കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റുകളെ പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നതിനാൽ പടിഞ്ഞാറൻ തീരത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിലും ധാരാളം മഴ ലഭിക്കുന്നു. അപ്പോൾ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ തീരത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയത്തിൻ്റെ അടിവാരത്തുമാണ് നല്ല മഴ കിട്ടുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്ന ഇക്കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. എവിടേക്കാണ് മഴ കിട്ടുന്നത്? പടിഞ്ഞാറൻ തീരത്ത്. അപ്പോൾ നമുക്ക് മഴ കിട്ടുന്നു അല്ലേ, പടിഞ്ഞാറൻ തീരത്ത് മഴ കിട്ടുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ കിട്ടുന്നു. ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിലും മഴ ലഭിക്കുന്നു. അപ്പോൾ കാറ്റുകളെ പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നതിനാലാണ് പടിഞ്ഞാറൻ തീരത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിലും മഴ കിട്ടാനുള്ള കാരണം. ഇത് നിങ്ങൾ തൽക്കാലം പഠിച്ചു വെക്കണ്ട കേട്ടോ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വീണ്ടും മഴ വരുന്നു. ഈ ഒരു സമയത്ത് വരുന്ന മഴയ്ക്ക് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കിഴക്കൻ തീരപ്രദേശത്താണ്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിലാണ് മഴ ലഭിക്കുന്നത്. കേരളത്തിനും മഴ ലഭിക്കാറുണ്ട് കേട്ടോ. തീവ്രമായിട്ടുള്ള ശക്തമായിട്ടുള്ള മഴ ഇല്ലെങ്കിലും കേരളത്തിനും മഴ ലഭിക്കാറുണ്ട്. വെള്ളപ്പൊക്കം ഭീഷണിയാകുമ്പോൾ. മഴക്കാലത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന വെള്ളപ്പൊക്കം കൃഷിയിടങ്ങൾക്കും മനുഷ്യവാസ സ്ഥലങ്ങൾക്കും ഭീഷണിയാണ്. മൺസൂൺ കാലത്തെ അതിവർഷം, നദീതീരങ്ങൾ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്, വയലുകൾ മണ്ണിട്ട് നികത്തുന്നത് എന്നിവ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നതിന് കാരണങ്ങളാണ്. ജീവനും സ്വത്തിനും കനത്ത നാശം വിധിക്കുന്ന ഈ പ്രകൃതി ദുരന്തത്തെ തടയാനും അപകട തീവ്രത കുറയ്ക്കാനുമായിട്ട് നിരവധി നടപടികളാണ് ഡാം നിർമ്മിക്കുക, വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക, വനവൽക്കരണം, നദികളുടെ ഉപരിഘട്ടത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക, പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, തീരങ്ങളിൽ അപകട മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. ഇതൊക്കെ വളരെ ആവശ്യമാണ്. നമ്മളതിൻ്റെ ദുരന്തങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തതാണ്. ദെൻ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുവൈവിധ്യവും. പാഠഭാഗത്ത് നൽകിയിട്ടുള്ള കാശ്മീരിലെ ഒരു ഗ്രാമത്തിലെ വീടിൻ്റെ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന മരങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിച്ചില്ലേ? സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ അഥവാ ഇങ്ങനെ വരുന്ന വൃക്ഷങ്ങൾ അല്ലേ. നാട്ടിലെ മരങ്ങളുടെ ആകൃതിയുമായി ചിത്രത്തിൽ കാണുന്ന മരങ്ങളെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്കനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥ, ഭൂപ്രകൃതി, മണ്ണിനത്തിനനുസരിച്ച് സ്വാഭാവികമായിട്ട് വളർന്നു വരാൻ പറ്റുന്ന സസ്യങ്ങളെ പറയുന്ന പേര് നൈസർഗിക സസ്യജാലങ്ങൾ. കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ജന്തുജാലങ്ങളിലും വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു. ജന്തുക്കളിലും അതേപോലെ വ്യത്യസ്തമുണ്ട്. ഓരോ പ്രദേശത്തും കൂടുതൽ കാണുന്ന ജന്തുക്കൾ ഉണ്ടാവുക. അത് ആ നാട്ടിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ്. ഇന്ത്യയിലെ വിവിധ നൈസർഗിക സസ്യജാലങ്ങളെയും അവിടെ കാണപ്പെടുന്ന ജന്തുജാലങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. PSC ചോദിക്കുന്നതാണ്. വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് നിത്യഹരിത സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും പച്ചപ്പായിരിക്കും കേട്ടോ. നിത്യഹരിതം പേര് സൂചിപ്പിക്കുന്നത് പോലെ എപ്പോഴും പച്ചപ്പായിരിക്കും. ഇവിടെ വാർഷിക വർഷപാതം വളരെ കൂടുതലാണ്. അപ്പോൾ വാർഷിക മഴ നല്ല കൂടുതലാണ്.
പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് നിത്യഹരിത സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങ്, പലതരം പാമ്പുകൾ, വിവിധ ഇനം ഷഡ്പദങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് ഉൾപ്പെടെ നിരവധി ശലഭ ഇനങ്ങൾ ഇവിടെ കാണുന്നു. അപ്പോൾ സിംഹവാലൻ കുരങ്ങ്, പലതരം പാമ്പുകൾ, വിവിധ ഇനം ഷഡ്പദങ്ങൾ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് അടക്കം ഒരുപാട് ജീവജാലങ്ങളെ നമുക്കിവിടെ കാണാം. ദെൻ ഇലപൊഴിയും കാടുകൾ കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. ഇപ്പോൾ കാലാവസ്ഥ അനുസരിച്ച് നിശ്ചിത കാലങ്ങളിൽ മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. ഇവിടെയാണ് ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ്. അപ്പോൾ ഉപദ്വീപിലെ അധികം പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ്. ഇവിടെ പലജാതി മാനുകൾ, മുയൽ, മയിൽ, വേഴാമ്പൽ, മറ്റു പലതരം പക്ഷികൾ, കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിങ്ങനെ ജന്തു വൈവിധ്യങ്ങൾ ഇവിടെ കൂടുതലുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ജന്തുക്കളും ഇവിടെ കാണാൻ കഴിയും. ദെൻ മുൾച്ചെടികളും കുറ്റിക്കാടുകളും, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും മരുഭൂമിയിലായിരിക്കും. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിൻ്റെ മധ്യഭാഗങ്ങളിലും മഴ തീരെ കുറവായതിനാൽ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് വളരുന്നത്. ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരകങ്ങൾ എന്നിവ ഈ വരണ്ട മേഖലയിൽ ജീവിക്കുന്നവയാണ്. ദെൻ കണ്ടൽ കാടുകൾ, ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കര ഇടിച്ചിലിനെ ചെറുക്കുന്നത് കണ്ടൽ കാടുകളാണ്. പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം. അപ്പോൾ ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകളാണ്. കണ്ടൽ കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യയിനങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. ദെൻ പർവ്വത വനങ്ങൾ, ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളും പർവ്വത വനങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ തണുപ്പ് നിറഞ്ഞ തണുത്ത സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന സസ്യജാലങ്ങളും വൃക്ഷങ്ങളും ജീവികളാണ് ഇവിടെ ഉണ്ടാവുക. കസ്തൂരിമാൻ, വരയാട്, ഹിമപ്പുലി തുടങ്ങിയ അപൂർവ ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. പശ്ചിമഘട്ടത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലും വരയാട് കാണപ്പെടുന്നുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സസ്യജന്തുജാലങ്ങൾ എന്നിവയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തതയും വൈവിധ്യവുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് മനസ്സിലായി. ഭൗതിക സവിശേഷതകളിലെ ഈ വൈവിധ്യം തന്നെയാണ് ഇന്ത്യയിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്കും കാരണമായിട്ടുള്ളത്. വൈവിധ്യങ്ങൾ ഏറെയാണെങ്കിലും ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലകൊള്ളുന്നു. നമ്മെ ഒരുമിച്ച് ചേർക്കുന്ന വികാരമാണ് നാം എല്ലാം ഭാരതീയരാണ് എന്ന ബോധം. ഇത്രയും വൈവിധ്യങ്ങളുണ്ട് എങ്കിലും ഇന്ത്യ എന്നുള്ളൊരു ദേശീയതാബോധം നമ്മളെ ഒറ്റക്കെട്ടാക്കി നിർത്തുന്നു എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മളിന്ന് പഠിച്ചത് ഏഷ്യൻ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യം പുലർത്തുന്നു. ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാണ് ഇന്ത്യയിലെ കാർഷിക വൈവിധ്യത്തിന് അടിസ്ഥാനം. ഇന്ത്യയിലെ ഭൗതിക വൈവിധ്യങ്ങൾ ജനജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്നു. ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് കാരണം ഈ ഭൗതിക സവിശേഷതകളാണ്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.